Good morning, Rofi. Good morning, Momo. Good morning, Ishoro. Good morning, Sugi. Good morning. Pua. Pua. Pua, pua, pua. Leash, വേഗം പോവാ. മമ്മ വാ വാ വാ, ഗുഡ് ഗേൾ അല്ലേ മമ്മിന്റെ? വാ, ഗുഡ് ഗേൾ, വാ വാ. നാ മമ്മി തരാ സുന്ദരി, വാ അടി. Good morning. Welcome to day 7 of 100. ഇനി വെറും 93 days ബാക്കി. So നമ്മൾ ആസ് യൂഷ്വൽ മോർണിംഗ് വാക്ക് വിത്ത് അവർ 3 kids. ഇന്ന് ലേറ്റായി. നല്ല വെയിലാണ്, പൊള്ളണ വെയില്. മറ്റേ വൈറ്റമിൻ ഡിന്ന് വരാൻ വിചാരിച്ച് വന്നതാ, പക്ഷെ നല്ല വെയിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ മൊമോനെ ഫ്രീ ആയി വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ മാത്രം. എന്നുവെച്ചാൽ രാവിലെ വണ്ടികൾ കുറവല്ലേ, അപ്പൊ അവളിന് കുറച്ചു നേരം ഫ്രീ ആയിട്ട് വിടും. അങ്ങനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് നോക്കിട്ടിരിക്കുന്നുണ്ട്. അത് നോക്ക്, ആ സാധനം പോയിട്ടിരിക്കുന്നത്. അത് ഈ കുടുംബത്തിലുള്ളതേ അല്ല. അതിനിങ്ങനെ ഫ്രീ ആയിട്ട് പോണം. ശരി, ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് തുണി വാഷ് ചെയ്യാനിടാം. കുറേ ആയി, പക്ഷെ സാറ്റർഡേ സൺഡേ ഒന്നും ഇട്ടില്ല. പിന്നെ ഫ്രൈഡേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് തുണി വാഷ് ചെയ്യാം. സോ ഇന്ന് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രിങ്ക് ഫ്ലാക്സ് സീഡ് വാട്ടറാണ് ഗൈസ്. ഇത് ഫ്ലാക്സ് സീഡിനെ തലേദിവസം സോക്ക് ചെയ്തിട്ട് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കിയത്. ദിസ് ഈസ് മൈ OOTD ഓഫ് ദ ഡേ. ഇതെൻ്റെ ഫേവറേറ്റ് ഒരു ജംപ് സൂട്ട് ആട്ടാ. ഇത് ഞാൻ ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് ജോബ് ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഡേ ഇട്ടിട്ട് പോയ ഡ്രസ്സാണ്. പക്ഷെ അന്ന് ഞാൻ ഇതില് ഫുൾ തികയില്ലായിരുന്നു. കുറച്ച് ഇവിടൊക്കെ ഇങ്ങനെ തുറന്നു വരുമായിരുന്നു, സേഫ്റ്റി പിൻ കുത്തണായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് അല്ലേ മമ്മോ? മമ്മോ അപ്രൂവ്ഡ്? മമ്മോ അപ്രൂവ്ഡ്? സൂപ്പർ നോ? ഓക്കെ, ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. ഓക്കെ, വേഗം പോയിട്ട് വരാം കേട്ടാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഫോണിലൊക്കെ ചെക്ക് ചെയ്തു. സോ ബാങ്ക് ഓപ്പൺ ആകും 10 മണിക്ക്. ഇപ്പോൾ 9:30. സോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാങ്കിൽ പോയിട്ട് വേഗം തിരിച്ചു വരണം. കാരണം മൊമോ ഓൾറെഡി അവിടെ യൂ പറഞ്ഞ് സൗണ്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ കുറച്ച് വേഗം പോകണം. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ചിനും ബ്രഞ്ചിനും ഒന്നും നിൽക്കുന്നില്ല. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, എന്നിട്ട് ബാങ്ക്, എന്നിട്ട് ബാക്ക് ടു ഹോം. പിന്നെ 1:30 ലോഗിൻ ഉണ്ട്. അതിൻ്റെ മുന്നേ ലഞ്ച് ഉണ്ടാക്കണം എനിക്ക്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇപ്പൊ രണ്ടാളെയും കാണാലോ. ചിരിക്കി. സോ മൺഡേ ആണ്, ട്രാഫിക് നിറയെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അത്രയൊന്നുമില്ല, നോക്കാം. കുറച്ചായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ കഴിക്കാൻ പോണ്, നല്ല ഫുഡാണോ എന്നെല്ലാം ഉടനെ പറയാം. ഓക്കെ.
കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുവരെ കഴിക്കാത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഈറ്റ് ഇല്ലം പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ കാണിക്കാം ഏതാ സ്ഥലം. ഇവിടെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കിയിട്ട് പറയാം. പത്തിരി പൊറോട്ടയും ചെറുതാണ്. ശരി, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. അപ്പം ശരി, ഫസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇവിടെ ബാക്കിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കോപ്പി റൈറ്റ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിണ്ടാ? ശരി, അടുത്ത് ഡ്രൈ വന്നിട്ടുണ്ട്. ഇത് മാത്രമേ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് മുറിച്ച് കിട്ടുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം, ഈറ്റ് ഇല്ലം പറഞ്ഞിട്ട്. ഇത് കറക്റ്റ് ഇലക്ട്രോണിസിറ്റി നീലാദ്രി റോഡിൽ വരുമ്പോഴാണ്. നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടാലേ വരും, ഗൂഗിൾ മാപ്സിൽ കാണിക്കും. നമ്മളും ഗൂഗിൾ മാപ്സ് നോക്കിയിട്ട് തന്നെ വന്നത്. പക്ഷെ നല്ല ഫുഡായിരുന്നു, റിവ്യൂ പറയാവേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നു. സുഖി, ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? 8. യാ. സോ നമ്മൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് നമ്മൾ സിംഗിൾ പൊറോട്ട, ഒരു സെറ്റ് പത്തിരി, നൈസ് പത്തിരി, അതായത് 2 പത്തിരി വരും, ഒരു ബീഫ് റോസ്റ്റ്, ഇത്ര ഓർഡർ ചെയ്തോളൂ. കാരണം നല്ലതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ മതിയല്ലോ പറഞ്ഞിട്ട് നമ്മൾ അത്ര ഓർഡർ ചെയ്തത്. അപ്പോ നമുക്ക് വന്നതില് നൈസ് പത്തിരി മാത്രം നമുക്ക് അത്ര ഇഷ്ടമായി. അതായത് അതിന്റെ സൈഡൊക്കെ കുറച്ച് ഓവർ മുരിഞ്ഞിട്ട് ഹാർഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവന്റെ പൊറോട്ട ടേസ്റ്റ് ചെയ്തപ്പോ ഇവന്റെ പൊറോട്ട വേറെ ലെവൽ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്തത് എന്ത് ഓർഡർ ചെയ്യാ പറഞ്ഞ ആലോചിച്ചപ്പോ തോന്നി പൊറോട്ട റിപ്പീറ്റ് അടിക്കുക, പിന്നെ പോത്തുണ്ടല്ലോ, അപ്പൊ പോത്തിന്റെ ഡ്രൈ എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്യാ പറഞ്ഞു. അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു, വേറെ ലെവല്. കാരണം എന്താ അറിയോ, ഞങ്ങള് നല്ല ഫുഡീസാണ്, ഞങ്ങൾ നല്ല കഴിക്കും, വീട്ടിലുണ്ടാക്കി കഴിക്കും, പുറത്തു പോയി കഴിക്കും, ഒക്കെ ചെയ്യുന്ന ആൾക്കാരാ. പക്ഷെ നമ്മൾ എപ്പോ ബീഫിനെ ഇറച്ചീനെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരട്ടി ഫ്രൈ ആക്കി എടുക്കുമ്പോ ഇച്ചിരിയെങ്കിലും ഹാർഡായിട്ട് വരാറുണ്ട് അല്ലേ? കുറച്ചെങ്കിലും ഒരു ഇച്ചിരി ഹാർഡായെങ്കിൽ എവിടെ കഴിച്ചപ്പോഴും ഇച്ചിരി ഹാർഡായിട്ട് അപ്പോഴാണ് ആ കറുത്ത കളർ വരാറ്. ഇതെങ്ങനെയായിരുന്നു സുഖി? മെൽറ്റാവും. അതെ, ഇതിങ്ങനെ കണ്ടാ നല്ല കറുത്ത കളർ ഇട്ടാ, കറുത്തിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഡ്രൈ ആയ പോലെ. ഒരു പീസ് എടുത്ത് വായിൽ ഇങ്ങനെ ഇട്ടാ ഇങ്ങനെ മെൽറ്റാവും. നല്ല രസമുണ്ടായിരുന്നു. ഞാന് ചുമ്മാ ഗൂഗിളിൽ നോക്കിയിട്ട് എപ്പോഴും കഴിക്കണോടത്ത് കഴിക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ നോക്കിയതാ. വർത്ത് ട്രൈയിങ്. ഓക്കെ, സോ വി സ്ട്രോങ്ലി റെക്കമെൻഡ് ദിസ് പ്ലേസ് ഗൈസ്. സോ ആംബിയൻസ് ആവട്ടെ, ചായ നല്ലതായിരുന്നു കേട്ടോ, നല്ല ചായ തന്നെയായിരുന്നു, നമ്മുടെ കേരള സ്റ്റൈൽ ചായ ആയിരുന്നു. പത്തിരി മാത്രമാണ് ഞങ്ങക്ക് ഇഷ്ടപ്പെടാതിരുന്നത്, ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. എന്റെ ഫോണ് വീഴുവേ, മാഗ്നറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു തവണ ഓൾറെഡി വീണു. സോ ഇനി വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ അടിയിൽ കൈവയ്ക്കും. അപ്പൊ ഫുഡ് അടിപൊളിയായിരുന്നു, നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങള്. ഇപ്പൊ ഞങ്ങൾ മോർണിംഗാ വന്നത്, അധികം തിരക്കില്ലായിരുന്നില്ല. ഇന്ന് വീക്ക് ഡേ ആണല്ലോ, മൺഡേ ആണ്. പിന്നെ അത് മാത്രല്ല നല്ല സ്വിഗ്ഗി സൊമാറ്റോ ഓർഡേഴ്സ് നിറയെ വന്നിട്ടിരിക്കുന്നുണ്ട്, അവർ കൊടുത്തിട്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈവനിങ് വൈബ് എങ്ങനെയൊന്നും ചെക്ക് ചെയ്യണം ഒരു പ്രാവശ്യം വന്നിട്ട്, ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് വേണമെങ്കിൽ ഈവനിങ് വൈബും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, ഈവനിങ് ഫുഡ് എങ്ങനെയുണ്ട് പറഞ്ഞിട്ട്. സോ ഇപ്പൊ ഓൾ ഗുഡ്. സോ നമ്മൾ ഇനി ബാങ്കിൽ പോകണം, പരിപാടി തീർക്കണോ, വീട്ടിൽ പോകണം. ബൈ. അങ്ങനെ ഇന്ന് നമ്മൾ പോയ കാര്യം സാധിച്ചിരിക്കുന്നു, സക്സസ്. ഇന്ന് ബാങ്ക് തുറന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വർക്കും നടന്നു. കുറച്ചു നേരം പോസ്റ്റ് തന്നു, കാരണം 3 days ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് അവര് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിന്റെ അവിടെ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു, മീൻസ് ആ മാം ബിസി ആയിരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയി. ഇനി ഇപ്പൊ നമ്മൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് പോകാൻ പോവാണ്. ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോയി റിട്ടേൺ വന്നാന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ കാര്യം ഗോവിന്ദ, ഇന്നും കറക്റ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും വീട്ടിൽ പോവാം. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് ലഞ്ചൊക്കെ തട്ടിക്കൂട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇന്നലെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്.
അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചോറ് മാത്രം വെക്കണം, എന്തെങ്കിലും വെജീസ് പച്ചക്കറി എന്തെങ്കിലും ആക്കണം, അത്ര തന്നെ. സുഖി പോയതും കടന്നുറങ്ങും. പിന്നെ അവന് രാത്രിത്തേക്ക് എന്തെങ്കിലും ഡിന്നർ ഉണ്ടാക്കണം. സോ ഇന്നത്തെ പരിപാടികൾ ബാങ്കിലേ പോയി. ഇന്ന് ഫസ്റ്റ് ഹാഫ് ഫുൾ ബാങ്കിൽ കളിക്കണ. ആർക്കാ കിട്ടി? റൂഫിക്ക് കിട്ടിയാ? Get through this. Okay, fine. സമയം 3:30 ഓക്കെ. കാണാണ്ടല്ലോ അല്ലേ? ചോറുണ്ടാക്കിയിട്ടില്ല. ഒറ്റ ഇരിപ്പിരുന്നത് വർക്ക്. അങ്ങനെ ഇരിക്കരുതെന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. കാരണം കുറേ പേർക്കൊക്കെ ഇപ്പോൾ ബാക്ക് പെയിനൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ കുറേ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒറ്റ ഇരിപ്പ് ഇരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് എണീക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ബാക്ക് ടു ബാക്ക് പണി കിട്ടുമ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ല. അതാ ഇപ്പോഴും മെസ്സേജ് വന്നിട്ടിരുന്നുണ്ട്. 3 അല്ലേ 4. ഞാൻ ചോറുണ്ടാക്കാൻ പോവാ. ഇപ്പോൾ കറിയൊന്നും ആക്കണില്ല, കാരണം ഇന്നലത്തെ പള്ളിപ്പാളയം ചിക്കൻ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം മൺഡേസ് അധികം ഇങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ട്. കുക്കറിൻ്റെ അടപ്പാട്. അതുകൊണ്ട് ചോറുണ്ട്, ചിക്കനുണ്ട്, പിന്നെ കുറച്ച് മോരുകറി ഇരിക്കുന്നുണ്ട്. ചോറ്, മോരുകറി, ചിക്കൻ. ഇന്ന് ലഞ്ച് അത്ര തന്നെ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല. കുക്കുംബർ ഉണ്ട്, അത് കട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് വേഗം പോയിട്ട് ചോറ് വെക്കാം. Medically, it will never lead back to you. But if what I suspect is true, her life ends today. And if you warn her off, you'll have betrayed me as well. അങ്ങനെ ഞാനിതാ ഒരു 4 മണിയായപ്പോൾ ലഞ്ച് കഴിക്കാൻ ഇരുന്നു. സോ നമുക്ക് കുറച്ച് മോരുകറി ഉണ്ട്, ചോറുണ്ട്, ഇന്നലത്തെ സുഗീൻ്റെ സ്പെഷ്യൽ പള്ളിപ്പാളയം, പിന്നെ കുക്കുംബർ. ദാറ്റ്സ് ഇറ്റ്. ഓൾറെഡി 4 മണിയായി. പെട്ടെന്ന് കഴിക്കട്ടെ. ബാക്ക് ടു ബാക്ക് വർക്ക് വന്നിട്ടിരിക്കുന്ന മെസ്സേജസ് വേഗം കഴിച്ചിട്ട് വേണം അത് പോയി നോക്കാൻ. കഴിക്കാതിരുന്നേക്കാണ്. ഇവിടെ ലാപ്പുണ്ട്, എല്ലാം ഉണ്ട്. നോക്കട്ടെ, എന്തൊക്കെയോ വന്നിട്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് വരാം, പക്ഷെ എനിക്കതല്ല. മമ്മി ഫുഡ് കഴിക്കല്ലേ? നീ കഴിച്ചതല്ലേ? മമ്മ വന്നിട്ട് ഫുഡ് കഴിക്കല്ലേ? ഇന്ന് എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ കിടക്കുമ്പോൾ 1 മണി, പിന്നെ ഇന്ന് രാവിലെ 6-7 മണി ആകുമ്പോഴത്തേനും എന്നിട്ട് വാക്കിംഗ് കൊണ്ടുപോയി വരുന്നത് 3 വരെ. പിന്നെ വന്നിട്ട് കിടക്കാനൊന്നും സമയമില്ല. മൺഡേസ് നോർമലി ഞങ്ങൾ ജിമ്മിൽ പോകാറില്ല. സൺഡേ മൺഡേ ആണ് ഞങ്ങൾ പോവാത്തത്. ട്യൂസ്ഡേ ടു സാറ്റർഡേ പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് പീരിയഡ്സും വയ്യായികയൊക്കെ കാരണം ഫ്രൈഡേയും സാറ്റർഡേ ഒന്നും പോയിട്ടില്ല. നാളെ മുതൽ റീസ്റ്റാർട്ട് ചെയ്യണം.
അങ്ങനെ ഞങ്ങൾ വാക്കിങ്ങിന് വന്നു. ഇന്ന് നേരത്തെ വന്നു. ഇന്ന് നേരത്തെ അല്ല, 4-5 മണിക്ക് വന്നു. കാരണം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതേ അവിടെ കാണിക്ക്, ആ സൈഡ് നോക്കി മഴക്കാറുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നീ അങ്ങോട്ട് സംസാരിച്ച ആറിന് കേക്കോ? റൂഫി മൂത്രം ഒഴിച്ചു, ഇവളൊന്നും ചെയ്തിട്ടില്ല. അയ്യോ നല്ല കാറ്റായിട്ടാ. ഞാൻ പറയണത് നിങ്ങക്ക് കേക്കാണ്ടോന്ന് അറിയില്ല, ഭയങ്കര കാറ്റാണേ. കണ്ടാ, ഇപ്പൊ മഴക്കാറ് അവിടെ ഉണ്ട്. അതായത് ഇപ്പൊ പെയ്യും മഴ. ഈ മഴ പെയ്യുന്നതിന്റെ മുന്നേ ഞങ്ങക്ക് ഓൾമോസ്റ്റ് ഒരു 500 to 800 മീറ്റേഴ്സ് നടക്കണം വീട്ടിലെത്താന്. 3 പേരിനെ നനക്കാണ്ട് വീട്ടിലെത്തിക്കണം. അതാണ് ഞങ്ങളുടെ ടാസ്ക്. കാരണം എല്ലാരും ഇപ്പൊ കുളിച്ചോളൂ. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്. ഓ സുഖി സെൽഫി, സുഖി വാ പോവാ, വായോ, മഴ പെയ്യൂ, എല്ലാരും ഓടി വായോ. എല്ലാരും എത്തി. ഓക്കെ, ഞാൻ ഇവരുടെ നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ വണ്ടികൾ വരും ഈ സമയത്ത്. ഈവനിങ് അല്ലേ, ഈവനിങ് ആകുമ്പോ വണ്ടികൾ വരും. നമ്മൾ രണ്ടാളും നോക്കിയാൽ തന്നെ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഓക്കെ, ഇനി ഞങ്ങള് ചായ വീട്ടില് കുടിക്കേണ്ടെന്ന്. ഞങ്ങൾ പുറത്തു പോണില്ല, വീട്ടിൽ ചായ കുടിക്കണത് കാണിച്ചു തരാം. ബൈ. ആട് കുത്തും. ആടിനെ പേടിപ്പിക്കോടി നീ കള്ളിപ്പെണ്ണെ. എടി കള്ളിപ്പെണ്ണെ. അങ്ങനെ മഴ പെയ്തു, മഴ സ്റ്റാർട്ടായി. കറക്റ്റ് മഴ സ്റ്റാർട്ടാകുമ്പോ നമ്മള് വീട്ടിലെത്തി. അറിയൂല തോന്നണല്ലേ മഴ. മഴ അറിയോ? ചായ കുടിക്കുകയാണല്ലോ. ചായ കുടിക്കുകയാണ് ഗൈസ്. ചായ മീൻസ് ഗ്രീൻ ടീ വിത്ത് അച്ചപ്പം ആൻഡ് വർക്ക്. ഇന്ന് പിള്ളേർക്ക് നല്ല ചിക്കൻ ലിവർ, ഹാർട്ട് അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മീൻസ് ഇതിങ്ങനെ കുക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു സൂപ്പും ഉണ്ടാവും. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി, കോക്കനട്ട് ഓയിൽ, ഒരു ഇച്ചിരി സോൾട്ട് വേവിക്കും. എന്നിട്ട് അത് കുറച്ച് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസ് സാധാരണ കൊടുക്കാറില്ല ഞാൻ റൂഫിക്കും സോറോനും. പക്ഷെ ഇന്ന് ഞാൻ മൊമോന് റൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഇന്ന് ഇവർക്കും കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്യാം. ഇതാ ഫുഡിൻ്റെ മണം അടിച്ചിട്ട് ഇവിടെ ഓരോരുത്തരായിട്ട് 1 by 1 വരാൻ തുടങ്ങി. ഇത് റൂഫി, ദ മൊമോ, ദ സോറോ. വിശക്കുണ്ടാ? ഫുഡ് വേണോ? വിശക്കുണ്ടാ? ചിക്കൻ വേണ? ചിക്കൻ റൂഫി വിശക്കുണ്ടാ പൊന്നെ? ഫുഡ് വേണോ? ഫുഡ് തരാട്ടാ. ഇപ്പം റെഡിയാവും, വെയിറ്റ് ചെയ്യേ. എല്ലാം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ സിസേഴ്സ് വെച്ച് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇതാ ചോറിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്. ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ഇവർക്കിന്ന്. മൊമോ പപ്പി സ്റ്റേജിലല്ലേ, സോ മൊമോന് കുറച്ച് എക്സ്ട്രാ ഫുഡുണ്ട്. റൈസൊക്കെ കുറച്ച് എക്സ്ട്രാ ഉണ്ട്. ഷീസ് ഇൻ ഗ്രോയിങ് സ്റ്റേജ്. റൂഫിക്ക് ഡയറ്റാണ്, അപ്പോൾ റൂഫിക്ക് കുറച്ച് റൈസ് തന്നെ ഉള്ളൂ, കുറേ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ സോറോന് റൈസ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് സോറോന് ഏറ്റവും കുറവ് റൈസ്. ഓക്കെ, ഇനി ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് യമ്മി ആയിട്ട് കുറച്ച് അങ്ങനെയൊക്കെ പറയണം. അവരിനെ കുറച്ച് കൊതിപ്പിച്ചെങ്കിലാണ് സോറോ ഫുള്ള് കഴിക്കുകയുള്ളൂ. മറ്റൊരു 2 ആളും കഴിക്കും, അത് ഡൗട്ടൊന്നുമില്ല. സോറോനെ കഴിപ്പിക്കാണ്. ഫസ്റ്റ് സ്പീഡിൽ തിന്നുന്ന ആളാരാന്നറിയാമോ? ഇതാ ഫസ്റ്റ് ഭയങ്കര ഫാസ്റ്റായി കഴിച്ചിട്ട് ഇത് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ബാക്കി വെക്കുമോ പറഞ്ഞിട്ട്.
സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മൊമോ. ഫുള്ള് കഴിച്ച് പൊന്ന്. ആയി നല്ല കുട്ടി. ഏറ്റവും ലാസ്റ്റ് പിന്നെ എൻ്റെ മോൻ തന്നെയാണ്. അവൻ കഴിക്കാൻ ഭയങ്കര സ്ലോ ആണ്. അവൻ പതുക്കെ എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. സോ ലെറ്റ് ഹിം ഈറ്റ്. അവൻ പതുക്കെ കഴിക്കട്ടെ. അവൻ്റെ കൂടെ നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി, അവൻ കഴിക്കും. കഴിച്ചോ അമ്മൻ്റെ പൊന്ന്? കഴിച്ചോടി. ഈറ്റ്, കഴിക്കേ. ഹലോ. സോ ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ UK ടൈം 6:03, 10:30 ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. ഇന്ന് മന്തിൻ്റെ ആണല്ലോ. അപ്പോൾ 29, 30 അല്ലെങ്കിൽ 30, 31 ഈ 2 days എനിക്ക് എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഒരു 10 to 12 കൺട്രീസിൻ്റെ കുറച്ച് പർച്ചേസ് ഓർഡർ ഒന്നിച്ച് ബൾക്കായിട്ട് ചെയ്യണം. സോ അത് ഇരുന്നാൽ അങ്ങനെ ചെയ്തിട്ടിരിക്കണം. സാധാരണ ഞാൻ ഒരു ദിവസത്തിൽ ചെയ്യാറ്, പക്ഷെ ഇപ്പം എനിക്ക് ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റാറില്ല. കൂടെ വേറെ പണികളും വരും. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ 2 ദിവസമായിട്ടാണ് ചെയ്യുക. അപ്പം ഇന്നൊരു ഹാഫ് ചെയ്തു. എക്സാക്ട്ലി ഹാഫ് ചെയ്തു. നാളെ ഹാഫ് ചെയ്യണം. ആക്ച്വലി ഇന്ന് ചെയ്യാൻ ലേറ്റ് ആയി. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി. പിന്നെ ഒരു 8 PM ആയപ്പോഴും എനിക്ക് ഓർമ്മ വന്നു. പിന്നെ അപ്പം ഇരുന്നിട്ട് ഒറ്റ ഇരുത്തത്തിന് 8 to 10:30 ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന് ചെയ്യാൻ പാടില്ല, പക്ഷെ ചെയ്തു. ഇനി നാളെ വിട്ട് ചെയ്തിട്ട് നാളെ എന്തായാലും തീരും. അപ്പം എല്ലാ മന്തിലും ലാസ്റ്റ് 2 days എനിക്ക് കുറച്ച് ബിസിയാണ്. പിന്നെ ഡിന്നറൊന്നും കഴിച്ചില്ല. ഒരു പ്രോട്ടീൻ ലഡ്ഡു കഴിച്ചു കുറച്ച് വിശന്നപ്പോൾ. പിന്നെ സുഗി ഫുഡ് കഴിച്ചു, പിള്ളേർ ഫുഡ് കഴിച്ചു. സുഗി ഓൾറെഡി ബ്രസീലിൻ്റെ മാച്ച് കാണാൻ തുടങ്ങി. ഇന്ന് ഫുട്ബോൾ ഉണ്ടല്ലോ. എനിക്ക് ഇന്ന് 11 o'clock 11 ആവുമ്പോൾ ബെഡിൽ എത്തണം എന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ശരിക്കും ഉറങ്ങുന്നേ ഇല്ല, എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നിട്ട് രാവിലെ അഗൈൻ 6-6:30 എണീക്കണം. പിള്ളേരെ വാക്കിംഗ് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഐ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ് മൈ വീഡിയോസ്. പിന്നെ കൺസിസ്റ്റൻസി ഇരിക്കുമ്പോൾ നന്നായിട്ടുണ്ട്. ഡെയിലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ടൈമൊന്നും ഞാൻ ഒരിക്കലും പ്രോമിസ് ചെയ്യില്ല കേട്ടോ. കാരണം എപ്പോൾ ടൈം കിട്ടണോ അതനുസരിച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യണമൊക്കെ. വീക്കെൻഡ്സ് ഞാൻ കുറച്ച് നേരത്തെ പോസ്റ്റ് ചെയ്യാൻ നോക്കി. ഒരു വീക്കെൻഡിനല്ലേ ഇപ്പോൾ ആയിട്ടുള്ളൂ. നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്ക് ഡേയ്സിൽ കുറച്ച് ലേറ്റ് ആകും, പക്ഷെ എന്നാലും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. 1 week നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 7th day ആണ്. Day 7 കംപ്ലീറ്റ് ചെയ്തു. സോ ഹാപ്പി. പിന്നെ ഐ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ കുട്ടി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ്ഡ് ഇറ്റ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്. പിന്നെ ഇതിന് എന്തോ കുറേ പൈസ കിട്ടും പറഞ്ഞിട്ടൊന്നല്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം മോണിറ്റൈസ്ഡ് ആകണം, ഒരു പാരലൽ ഇൻകം വരണം പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞാനും തുടങ്ങിയിട്ടുള്ളത്. ഓഫ് കോഴ്സ് പാഷനിൽ തുടങ്ങിയതാണ്. പിന്നെ നമ്മളൊന്നും അത്ര വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ, നമ്മളത് കുറേ വർഷങ്ങളെടുക്കും. എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. പിന്നെന്താണ്? ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് Day 8 ആയിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, സോ ടിൽ ദെൻ stay happy, stay healthy, take care, virtual hugs, love you all, good night, thank you.